ഈദുൽ ഫിത്തർ നോമ്പിനെ മാനിച്ചവർക്കുള്ള ആഘോഷമാണ്. നോമ്പിനെ ആദരിച്ചവർക്കുള്ള മാസമാണ്. നോമ്പിനെ അവഹേളിച്ച അതിന്റെ മര്യാദകൾ ലംഘിച്ച ആരെങ്കിലും പെരുന്നാൾ ആഘോഷിക്കാൻ വലിഞ്ഞു കയറുന്നുവെങ്കിൽ ക്ഷണിക്കാത്ത സദ്യക്ക് വലിഞ്ഞു കയറിയവനാണവൻ. അവൻ അതിനർഹനല്ല. റമദാനിനോടും ഖുർആനിനോടുമൊക്കെ നീതി പുലർത്തിയവൻ ആഘോഷിക്കാനുള്ള ദിവസമാണ് ഈദുൽ ഫിത്തർ. ആ ദിവസത്തിൽ എന്ത് നിർവഹിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലം വലിയ തൗഫീഖ് നൽകി, ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നൽകി. അതിലൂടെ നിങ്ങൾ അങ്ങ് യാത്ര ചെയ്തു. പടച്ചതമ്പുരാന്റെ ഭവനത്തിൽ നിങ്ങൾ കയറി. അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രകാശത്തെ നിങ്ങൾ ധാരാളമായി കേട്ടു, പഠിച്ചു, വായിച്ചു, മനസ്സിലാക്കി, ഏറെ നേരം നിസ്കരിച്ചു. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് തൗഫീക്ക് നൽകപ്പെട്ട മാസമാണ്. അതിനൊക്കെ തൗഫീക്ക് നൽകിയ അല്ലാഹ് നിനക്ക് സർവസ്തുതിയും എന്ന് പറയാനും അവനെ വാഴ്ത്താനും അവനെ പ്രകീർത്തിക്കാനും അവനെ മഹത്വപ്പെടുത്താനും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഇതിനൊക്കെ നിങ്ങൾക്ക് തൗഫീക്ക് നൽകിയ, നിങ്ങളെ നേരിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തിയ അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹുവിനെ നിങ്ങൾ തക്ബീർ വാഴ്ത്തിക്കൊണ്ടിരിക്കാൻ, മഹത്വപ്പെടുത്താൻ. തക്ബീർ തക്ബീർ, വിശ്വാസികളെന്ന് മുഴക്കുന്ന തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹയാണ് ഏറ്റവും എനിക്ക് വലുത്, വേറൊന്നും എന്റെ മുമ്പിൽ വലുതല്ല. എന്റെ കണ്ണുകൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അത് അള്ളാന്റെ ആഗ്രഹത്തിന്റെ മുമ്പിൽ ഞാൻ ബലി കഴിക്കും. എന്റെ കാതുകൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ചില പണക്കൊതികളുണ്ട്, എനിക്കൊരുപാട് താല്പര്യങ്ങളുണ്ട്. ഏത് താല്പര്യവും എനിക്ക് അവഗണിക്കും ഞാൻ. അള്ളയാണ് എനിക്ക് ഏറ്റവും വലുത്. അല്ലാഹു അക്ബർ. അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. എല്ലാ നിലക്കും ഈ അനുഗ്രഹങ്ങളുടെ പാതയിൽ നീങ്ങാനുള്ള തൗഫീഖ് നൽകിയ നാഥനാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹ് അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഭക്തിനിർഭരമായ ഒരു ജീവിതത്തിലൂടെ പോകാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എല്ലാം അതിന് തൗഫീഖ് നൽകിയത് നാഥനാണ്. വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. സർവസ്തുതിയും അവനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടുന്ന, ഇത് മുഴക്കിക്കൊണ്ടിരിക്കേണ്ടുന്ന അനർഘമായ പ്രഭാതമാണ് ഈദുൽ ഫിത്തറിന്റെ പ്രഭാതം. ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോൾ മൗനമായി പോകാനല്ല പഠിപ്പിക്കപ്പെട്ടത്. എന്തെങ്കിലും അല്പം ഭക്ഷണം കഴിച്ച്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ അനുസരിച്ച് അവിടുന്ന് കാരക്കയാണ് കഴിച്ചത്. അതിന്റെ എണ്ണം ഒറ്റയാക്കി. ഒരു കാരക്ക 3, 5, 7, ഒരു ചെറിയ തോതിൽ ഒരു ലഘുഭക്ഷണം കഴിച്ച് ആ നിലയ്ക്ക് അതൊരു സുന്നത്താണ്. പള്ളികളിലേക്ക് പുറപ്പെടുക, ഉള്ളതിൽ മുന്തിയ, ഉള്ളതിൽ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. സ്ത്രീയാണെങ്കിൽ ഇസ്ലാമികമായി എന്താണ് കണിശമായ നിയമമെങ്കിൽ ആ നിയമം കൃത്യമായി പാലിക്കുക. സ്ത്രീയും പുരുഷനുമൊക്കെ ആ കാര്യങ്ങളിൽ. ഈദ്ഗാഹുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ പള്ളികളിലല്ല നിസ്കാരം നടന്നത്. പള്ളികളിലും ആവാം, പക്ഷേ അവിടുന്ന് നിസ്കാരം നിർവഹിച്ചത് മൈതാനത്താണ്. എല്ലാവരോടും പോകാൻ പറഞ്ഞു. നമസ്കാരമില്ലാത്ത ഋതുമതികളായ സ്ത്രീകളോട് വരെ പെരുന്നാൾ മുസല്ലയിലേക്ക് പുറപ്പെടാൻ പറഞ്ഞു. പക്ഷേ അവർ നമസ്കാരാവസരത്തിൽ ഹയ്യദുകളായ ആളുകൾ, ഋതുമതികൾ നിസ്കാര സമയത്ത് ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ, അതവർക്ക് പറ്റില്ലല്ലോ. അന്ന് നടക്കുന്ന പ്രാർത്ഥനകളിലും തക്ബീറുകളിലുമൊക്കെ ഖൈറായ കാര്യങ്ങളിലുമൊക്കെ ഫൽയശ്ഹദ്ന, ആ സ്ത്രീകളും പങ്കുകൊള്ളട്ടെ, സാക്ഷിയാവട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നും ഈദ്ഗാഹുകളിൽ നിന്ന്, പെരുന്നാൾ മുസല്ലകളിൽ നിന്ന് നിയമപ്രകാരം സ്ത്രീകൾ പോകുന്നതിനെ പോലും ചോദ്യം ചെയ്യുന്ന, അത് നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഏർപ്പാടാണെന്ന് പറയുന്ന, സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഈദ്ഗാഹുകളിൽ വെച്ച് പരസ്യമായി കിഞ്ചന വർത്തമാനം പറയാനാണെന്നും കിന്നരിക്കാനാണെന്നും യാതൊരു നിലക്കുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാതെ എഴുതിവിടുന്ന ഒരു വിഭാഗം ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാവരും ഇറങ്ങട്ടെ, എല്ലാവരും ഇറങ്ങട്ടെ എന്നാണ്. മാന്യമായ നിലക്ക് വസ്ത്രം ധരിക്കാൻ കഴിവില്ലാത്തവർ തന്റെ സഹോദരിയിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ സഹോദരി ഉള്ളതില്ലെന്ന് നൽകിയിട്ടെങ്കിലും ആ ദിവസം അവരും വരട്ടെ എന്നാണ്. സ്ത്രീകൾ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടൽ
വെറും സുന്നത്ത് മാത്രമല്ല, വുജൂബാണെന്ന് അഭിപ്രായപ്പെട്ട സ്വഹാബിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾ അവർ അത്രയും ഉൾക്കൊണ്ടു എന്നർത്ഥം. ശരി, നിസ്കാരം നിർവഹിക്കുന്നു, ശേഷം ഉത്ബോധനം നടക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ ഈദ്ഗാഹുകളിൽ അലങ്കോലപ്പെടുത്തിയിട്ടില്ല. നിസ്കാരം കഴിഞ്ഞു, ഇനി എഴുന്നേറ്റ് നടക്കുക ഇല്ല, അച്ചടക്കത്തോടെ അവരിരുന്ന് ശ്രദ്ധിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, നോമ്പ് നോറ്റു, നിസ്കാരവും കഴിഞ്ഞു, എല്ലാം ഖലാസ്, എല്ലാം കഴിഞ്ഞു, ഭക്തിയുടെ സീസൺ അവസാനിച്ചു, മടങ്ങാം പഴയ ചെളിക്കുണ്ടിലേക്ക് തീരുമാനമെടുത്തുകൊണ്ട് പിശാചിന്റെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഒരു മാസക്കാലം വല്ലതും നേടിയെങ്കിൽ ആ നേടിയതിനെ തകർത്ത് തരിപ്പണമാക്കാൻ എല്ലാ പിശാചുക്കളും സടകുടഞ്ഞെഴുന്നേറ്റ് തുടങ്ങി. പത്രങ്ങളിൽ കണ്ടില്ലേ, ഇശൽ സന്ധ്യകൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടു, നൃത്തനൃത്യങ്ങൾ ചാർട്ട് ചെയ്യപ്പെട്ടു. നാട്ടിൽ നിന്ന് പലർക്കും വിസിറ്റ് വിസ അയക്കപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ നടീനടന്മാർ വരാൻ പോവുകയാണ്. ഇശൽ സന്ധ്യയ്ക്ക് വേണ്ടി ഗായിക ഗായകന്മാർ, ഓർക്കസ്ട്ര ഗ്രൂപ്പുകൾ അണിനിരക്കാൻ പോവുകയാണ്. വേദികൾ ബുക്ക് ചെയ്യപ്പെട്ടു, ടിക്കറ്റുകൾ വിതരണം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിനുവേണ്ട രൂപത്തിലുള്ള കൃത്യമായ ഒരുക്കങ്ങളും ചരടുവലികളും നടന്നു തുടങ്ങി. വിശ്വസിച്ച മുസ്ലിമേ, ഒരൊറ്റ കാര്യം പറയട്ടെ, ഇതുവരെ ഒരു മാസക്കാലം നീ നിന്റെ കണ്ണുകൊണ്ട് പവിത്രമായ പരിശുദ്ധ ഖുർആനാണ് നോക്കി വായിച്ചത്. പരിശുദ്ധ ഖുർആനാണ് നിന്റെ ഈ കാതുകളിലേക്ക് നീ മുഴക്കി കേൾപ്പിച്ചത്. അങ്ങനെ നീ വൃത്തിയാക്കിയ പാപത്തിന്റെ കറകൾ നിന്റെ കണ്ണുനീരുകൊണ്ട് തൗബ കൊണ്ട് കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കിയ ഈ കണ്ണുകൾ, ഈ കാതുകൾ, ഈ നാവ്, ഈ കൈകാലുകൾ, ഈ ശരീരം അത്തരത്തിൽ ഒരു മജ്ലിസിൽ പോയി ഇരുന്നു കൊടുക്കുന്ന അവസ്ഥയിൽ ഉണ്ടായാൽ ശപിക്കപ്പെടും നമ്മൾ തീർച്ചയാണ്. ഈ ഉള്ളവന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന എത്ര ആളുകളുണ്ടെങ്കിൽ മുഴുവൻ ആളുകളോടും സ്നേഹത്തോടുകൂടി ഒരു ബാധ്യതാ നിർവഹണം എന്ന നിലക്ക് പറയുകയാണ്, ഈ കണ്ണുകൾ പവിത്രമാണ്, അല്ലാഹ് തന്നതാണ്. ഈ കാത് പവിത്രമാണ്, അല്ലാഹ് തന്നതാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള മജ്ലിസിൽ ദയവായി പോയി ഇരുന്നു കൊടുക്കരുതേ. ഏത് പാർട്ടിക്കാരൻ ഏത് അഡ്രസ്സിൽ നടത്തട്ടെ, അല്ലാഹ് വെറുത്ത സംഗതികളിലേക്ക് നിങ്ങൾ നോക്കിക്കൂടാ. ഖുർആൻ ഓതിയ ഈ കണ്ണുകൾ കൊണ്ട്, ഖുർആൻ നോക്കി വായിച്ച ഈ കണ്ണുകൾ കൊണ്ട് ഒരു പെണ്ണിന്റെ ഔറത്ത് ഇനി കാണാൻ ഇനി ഞാൻ തയ്യാറാവില്ല റബ്ബേ എന്ന പ്രതിജ്ഞയുമായേ നിങ്ങൾ ഈ പുണ്യപൂർണമായ ദിവസത്തിൽ വിട പറയാവൂ എന്നൊരപേക്ഷ എനിക്കുണ്ട്. ഞാൻ ഒരുപാട് സമയങ്ങളിൽ ഇത് പറയാറുണ്ട്. നമ്മൾ ചിന്തിക്കുക, അള്ളാഹ് നിനക്ക് വേണ്ടി നോമ്പെടുത്തുകൊണ്ട് തഖ്വയുണ്ടാകാൻ വേണ്ടി ഇശാ നമസ്കാരം, തറാവീഹ് നിസ്കാരത്തിൽ ദീർഘമായി പങ്കെടുത്ത ഞാൻ, എന്റെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞ ഞാൻ, എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി സ്വതക്ക കൊടുത്ത ഞാൻ, നോമ്പെടുത്ത ഞാൻ, അല്ലാഹ് ഞാൻ ഈ വൃത്തികെട്ടവന്മാരുടെ സദസ്സുകളിൽ പോയിരിക്കണോ? ഇസ്ലാമിനെ പരിഹസിക്കുന്ന വേദികളാണെന്ന് കലയുടെ പേരിൽ അരങ്ങേറുന്നത്. കലാസാഹിത്യങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ, ഇസ്ലാമിന്റെ തത്വങ്ങളെ പരസ്യമായി ചവിട്ടി അരക്കുന്ന വേദികളാണ് കലയുടെ പേരിൽ അരങ്ങേറുന്നത്. എന്തായാലും ഗാനമേളയായാലും ഓർക്കസ്ട്രയായാലും സിനിമയായാലും സീരിയലായാലും നൃത്തനൃത്യങ്ങളായാലും ഏത് പരിപാടികളാണെങ്കിലും, അത് മാപ്പിളപ്പാട്ട് എന്ന് പേരിട്ടിട്ടായിരുന്നാലും, മാപ്പിള പേരുള്ള പെണ്ണാണെങ്കിലും ആരാണെങ്കിലും അത് നടത്തുന്നത് പിശാചിന്റെ കുഴലൂത്തുകാരാണ് അവർ. ഇത് പടച്ച റബ്ബുരാന് വേണ്ടിയാ പറയുന്നത്, ഇത് പടച്ച റബ്ബിന് വേണ്ടിയാണ് പറയുന്നത്. അല്ലാഹുവേ നീ സാക്ഷിയാണ്, ഈ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരാണ് ആ താളമേളങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതെങ്കിൽ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഈ പള്ളിയുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്, ഈ ശബ്ദമുണ്ട്, ഈ സ്പീക്കറുണ്ട്, ഈ മണ്ണുണ്ട്, അത് സംസാരിക്കും. ഉറപ്പാണ്, ഉറപ്പാണ്, വല്ലാഹി ഒരു സംശയവും ആർക്കും വേണ്ട. ഞാനും നിങ്ങളും ഒരു മാസക്കാലം ഓതി പുണ്യം നേടാൻ ഏറ്റവും വലിയ ശ്രമം നടത്തിയ ഖുർആനിന്റെ ഒരു വചനം കേൾപ്പിക്കട്ടെ, ഒരൊറ്റ വചനം കേൾപ്പിക്കട്ടെ. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ وَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فَلَا تَقْعُدْ بَعْدَ الذِّكْرَى مَعَ الْقَوْمِ الظَّالِمِينَ. ഓ ജനങ്ങളെ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലാഹ് നമ്മളോട് പറയുകയാണ്, നീ കണ്ടു കഴിഞ്ഞാൽ, ആരെ കണ്ടാൽ? അല്ലദീന യഖൂദൂന ഫീ ആയാതിനാ,
നമ്മുടെ ആയത്തുകളിൽ അനാവശ്യമായി മുഴുകുന്ന ആളുകൾ, ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ, അതാ ആയത്തിന്റെ വിശദീകരണം എന്നോണം മറ്റൊരായത്ത് കേൾക്കൂ. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹ് യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖ്ഉദൂ മഅഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരിഹി ഇന്നകും ഇദം മിസ്ലുഹും. അല്ലാഹുവിന്റെ ആയത്തുകൾ പരിഹസിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളെ കൊഞ്ഞനം കുത്തുന്ന, ഇസ്ലാമിന്റെ സംസ്കാരത്തെ അവഹേളിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന വർത്തമാനങ്ങളോ ഗാനങ്ങളോ എന്ത് തന്നെ പരിപാടികളാണെങ്കിലും അത്തരം വേദികളിൽ ഫലാ തഖ്ഉദൂ മഅഹും, അത്തരക്കാരോടൊപ്പം നിങ്ങൾ ഇരുന്നു കൊടുത്തുകൂടാ, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാനേ പാടില്ല. നിങ്ങൾ അവരെ കൂടെ ഇരുന്ന ഇന്നക്കും ഇദം മിസ്ലുഹും, നിങ്ങളും അവരെ പോലെയാണ്. എനിക്ക് ഓസിക്ക് ടിക്കറ്റ് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഞാനേറെ സ്നേഹിക്കുന്ന പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയാണ്, അതുകൊണ്ട് ഞാൻ മുന്നിൽ വേണം, ഞാനൊരു ഗായകനാണ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് താളമേളങ്ങൾ വിരോധിച്ചെങ്കിൽ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് അത് വിരോധിച്ചെങ്കിൽ എനിക്കത് ബാധകമല്ലെന്ന മട്ടിൽ ഞാൻ തബലയടിക്കുന്ന സദസ്സിൽ പോകുന്നു, ഗിറ്റാർ വായിക്കുന്ന സദസ്സിൽ പോകുന്നു, ഹാർമോണിയം വായിക്കുന്ന സദസ്സിൽ പോകുന്നു, മദ്ദളം കൊട്ടുന്ന സദസ്സിൽ പോകുന്നു, ചെണ്ടയടിക്കുന്ന വേദിയിൽ പോകുന്നു, കുഴലൂരുന്ന വേദിയിൽ പോകുന്നു, പെണ്ണ് ആടിക്കളിക്കുന്ന വേദിയിൽ പോകുന്നു, പെണ്ണ് പാടുന്ന വേദിയിൽ പോകുന്നു. ഈ അനാവശ്യത്തിന്റെ പിശാചിന്റെ കുഴലൂത്തുകാരുടെ വേദിയിൽ മുസ്ലിമേ, ഒരു മാസക്കാലം നേടിയെടുത്ത നിന്റെ തഖ്വ കൊണ്ട് അത് കളഞ്ഞു കുളിക്കാൻ പോകുന്നുവെങ്കിൽ വല്ലാഹി അല്ലാഹുവിന്റെ കോടതിയിൽ എന്ത് പറയാനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? പടച്ചവനെ പേടിയുള്ളവരോട് പറയുകയാണ്, ഉത്ബോധനങ്ങൾ ഉപകരിക്കും അവർക്ക്. ഫദക്കിർ, ആർക്കും അറിയാത്തൊരു വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ആരും ആദ്യം കേൾക്കുകയല്ല. പക്ഷേ എങ്കിലും ഫദക്കിർ നബിയെ മുന്നറിയിപ്പ് നൽകൂ, ഉത്ബോധിപ്പിക്കൂ നബിയെ. കാരണം ഉത്ബോധനം, മുന്നറിയിപ്പുകളൊക്കെ മുനാഫിക്കിന് ഉപകരിച്ചില്ലെന്ന് വന്നേക്കും. അവനതൊരു കാതുകൊണ്ട് കേട്ട് മറുകാതിലൂടെ തള്ളും. പക്ഷേ തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് ഉപകരിക്കും നബിയേ. അതുകൊണ്ട് ഉത്ബോധനം നിർത്തരുതാ പറഞ്ഞത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാം, പല പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തവരുണ്ടാകും, പല രാഷ്ട്രീയക്കാരുണ്ടാകും, പല സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരുണ്ടാകും. എല്ലാവരോടും ഞാൻ പറയുകയാണ്, വല്ലാഹി ആർക്കും വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ സാന്നിധ്യം പിശാചിന്റെ രംഗങ്ങളിൽ ഉണ്ടാകരുത്. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ ഈ ഓർക്കസ്ട്ര ഗ്രൂപ്പുകാരന്റെ പിന്നാലെ പോയി